നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട് എന്തായാലും ഉണ്ടാകുമായിരിക്കും. കൂട്ടത്തിൽ സൈലന്റ് ആയിട്ടുള്ള ഒരുത്തി അല്ലെങ്കിൽ ഒരുത്തൻ. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കും അവർ സോൺ ഔട്ട് ആയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓവർ തിങ്ക് ചെയ്യുന്നതോ ആയിരിക്കാം എന്നുള്ളത്. ഒരിക്കലല്ല. ഇനി ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടും. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിയാലോ. ഈ ഒരു വീഡിയോ കൂട്ടത്തിൽ ആ സൈലന്റ് ആയിട്ടുള്ള ഫ്രണ്ടിന് എന്തായാലും അയച്ചു കൊടുക്കുക. ഇങ്ങനെ ക്വയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങൾ വിചാരിച്ച പോലത്തെ ആൾക്കാരല്ല. നിങ്ങൾ വിചാരിക്കും അവർ സൈലന്റ് ആയത് അവർക്കൊന്നും സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളായതുകൊണ്ടോ എന്നായിരിക്കാം. എങ്കിൽ അല്ല, അവരെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും അവർ കാണുന്നുണ്ടാവും, മനസ്സിലാക്കുന്നുണ്ടാവും, അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവർ കൂടുതലും ഒറ്റയ്ക്ക് നടക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇവരെ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. കാരണം ഒരു 100-200 ഫേക്ക് ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. കൂട്ടത്തിൽ ഒരു സൈലന്റ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ എന്തായാലും വിശ്വസിക്കാം. കാരണം അവരൊരിക്കലും ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യില്ല. എന്തിനു പറയണം, ഫേക്ക് ആയിട്ടുള്ള ഒരു ചിരി പോലും അവര് നിങ്ങൾക്ക് നൽകില്ല. അത്രയും പ്യുവർ ആയിട്ടുള്ള നല്ലൊരു സുഹൃത്ത് തന്നെ ആയിരിക്കും ഇങ്ങനെ സൈലന്റ് ആയിട്ടുള്ള വ്യക്തികൾ. അവർക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഫീലിങ്സ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അവരെ കുറിച്ച് ഓർത്തിരുന്നിട്ട് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവർക്കത് വളരെ കാര്യമായിരിക്കും, വളരെയധികം സ്പെഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് ചാടിക്കേറി തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാനോ ഒന്നും നിൽക്കില്ല. ഇവര് വളരെ സൈലന്റ് ആയിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എല്ലാത്തിനും അങ്ങ് സോൾവ് ചെയ്യും. അതാണ് ഇവരുടെ ഒരു നേച്ചർ. അവര് നന്നായിട്ട് സംസാരിക്കും. എപ്പോഴാണെന്നറിയോ, നിങ്ങൾ അവർക്ക് ഒരു വ്യക്തിയാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവരുടെ കംഫർട്ട് സോണിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവരെന്താണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പോൾ ഈ നേരത്തെ സൈലന്റ് ആയിരുന്ന ഒരു കൂട്ടുകാരി അത് ഇവള് തന്നെയല്ലേ എന്നുള്ളത്. കാരണം അവരുടെ കംഫർട്ട് സോണിൽ വന്നു കഴിഞ്ഞാൽ ഇൻട്രോവേർട്ട് അല്ല, അവര് ഏറ്റവും വലിയ എക്സ്ട്രോവേർട്ട് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നോർത്തോ, അവര് നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കും. ഒരിക്കലും നിങ്ങളെ യൂസ് ചെയ്യാനോ ചതിക്കാനോ വേണ്ടി അവർ ഒരിക്കലും നിൽക്കില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സൈക്കോളജി ആയിട്ട് ഞാൻ വരുന്നതാണ്. ടാറ്റാ.